സോ അങ്ങനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഫൈനലൊക്കെ വിജയിച്ചു. സോ എന്തായാലും ഈ ഒരു ഫൈനൽ വളരെയധികം ശ്രദ്ധ നേടിയൊരു ഫൈനലാണ്. കാരണം എന്ന് പറയുന്നത് കുറേയധികം ആളുകൾ, അതായത് സാധാരണയായിട്ട് അങ്ങനെ ഐ ലീഗിൽ നിന്ന് പുറത്തായ ടീമുകൾ കുറേയധികം ദിവസമായി. സോ അവരൊക്കെ കളി കാണാൻ വരികയായിട്ട് മെമ്പേഴ്സെ കളി കാണാൻ വരിക എന്നൊക്കെ പറയുന്നത് അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല. ബട്ട് ഇവിടെ അലാദിൻ അജാരി പോലുള്ള താരങ്ങളൊക്കെ കളി കാണാൻ, ഒരുപക്ഷെ അതിൻ്റെ ഗോൾഡൻ ബൂട്ട് ഡയറക്റ്റായിട്ട് വന്ന് മേടിക്കാനൊക്കെ ആയിരിക്കും. സോ എന്തായാലും അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. സോ എന്തായാലും മോഹൻ ബഗാൻ വൺസ് അഗെയിൻ ചാമ്പ്യനൊക്കെയാണ്. കൺഗ്രാറ്റ്സ്. സോ അതിൽ കൂടുതലവരോട് പറയാനില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അഭിക് ചാറ്റർജി ഇന്ന് കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയണം. ആ ഒരു ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അറീനയിൽ അദ്ദേഹത്തെയും കാണാൻ സാധിച്ചു. പവലിയനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. കൂടെ ഓവൻ കോഹ്ലിനെയൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും എന്താ പറയുക, നമ്മുടെ പുതിയ കോച്ചിനെ സൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റൂമർ പടച്ചുവിടായിരുന്നു. അതായത് ഓവൻ കോഹ്ലി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊൽക്കത്തയുടെ സ്റ്റേഡിയത്തിൽ പോയിരുന്നു. ഇരുവരും ചർച്ചകളൊക്കെ നടത്തി എന്ന് പറഞ്ഞൊരു അടിച്ചിറക്കായിരുന്നു. സോ എന്തായാലും അഭിക് ചാറ്റർജി നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. കാരണം അദ്ദേഹം ഈ ഒരു ടൈം തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേന്ന് പറയുന്നത് അദ്ദേഹം അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. സോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, സോ ഈ ഒരു ടൈം തൊട്ടാണ് ഇതിൻ്റെ സൂപ്പർ കപ്പ് മുതലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുത്ത സീസൺ തൊട്ടാണ് എന്ന് തന്നെ പറയണം. ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ സംബന്ധിച്ചുള്ളൂ. സോ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ആകും നമുക്ക് കണ്ടറിയാം. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗുഡ് ബൈ.